ഫൈനൽ ഫൈവിലേക്ക് അല്ലെങ്കിൽ ഫിനാലെ വീക്കിലേക്ക് ലാലേട്ടൻ ഒരാളെ നേരിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാരായിരിക്കും? ഫൈനൽ ഫൈവിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾ തന്നെയാണ് കേട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ. ലാലേട്ടൻ ചോദിക്കുകയാണ് ആരൊക്കെയാണ് നോമിനേഷനിലുള്ളത്. അപ്പോൾ എല്ലാവരും എണീറ്റു, അതായത് 100 ഒഴിച്ച് എല്ലാവരും എണീറ്റു. ഇതിലാരൊക്കെയാണ് ഫിനാലെ വീക്കിലേക്ക് പോകുന്നത് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാനൊരു ക്ലൂ തരാം. ഞാൻ ഒരാളെ കടത്തിവിടാൻ പോവുകയാണ്, അയാൾ സേഫായിരിക്കും, അയാൾ ഫിനാലെ വീക്കിലേക്ക് പോകും എന്ന് പറയുകയാണ്. ആരായിരിക്കും അയാൾ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ക്ലൂ കൊടുക്കുകയാണ്. അയാൾ അടുക്കളയിലില്ല, ഊഞ്ഞാലിലുണ്ട്. പിന്നെ പറയണ അയാൾ വെസലിലുണ്ട്, ഊഞ്ഞാലിലുണ്ട്, എന്തൊക്കെയാണോ ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് അക്ബർ 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 എന്ന് പറയാണ്. അക്ബറോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതെ, അക്ബറാണ്. അക്ബർ ആ സമയത്ത് സന്തോഷം കൊണ്ട് മുഖത്തിങ്ങനെ പൂത്തിരി കത്തിച്ച പോലെയായിരുന്നു. നെവിൻ പറയുന്നുണ്ട് അക്ബർ തന്നെയാണ്, അക്ബറിനാണ് ഇവിടെ ഊഞ്ഞാലെന്ന ഇരട്ടപ്പേരൊക്കെ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോളും അതിലൊക്കെ അവിടെ ഇരുന്നിട്ട് അനീഷേട്ടനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ അനുമോളുടെ പേരും പറയുന്നുണ്ട്. അപ്പോൾ അനുമോളെ ലാലേട്ടൻ എണീക്കുന്നു. അനുമോളോട് ചോദിക്കുകയാണ് ആരായിരിക്കും അനുമോൾ ആ വ്യക്തി. അപ്പോൾ അനുമോൾ പറയണത് അനീഷേട്ടൻ. അപ്പോൾ ലാലേട്ടൻ ഇവൾക്ക് എന്ത് പറഞ്ഞാലും ഇവളുടെ ഒരു അനീഷേട്ടൻ. അതിപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പറയാനുണ്ട് കേട്ടോ. അനുമോൾക്ക് എന്ത് പറഞ്ഞാലും എപ്പോഴും അനീഷേട്ടൻ്റെ പേര് പറയാനേ ഉള്ളൂ. അപ്പോൾ അനുമോൾ പറയണ അനീഷേട്ടൻ എപ്പോഴും അടുക്കളയിലുണ്ട്, പിന്നെ ഊഞ്ഞാലിലും പോയിരിക്കാറുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുകയാണ് അടുക്കളയിലുണ്ടോ. അപ്പോൾ അനുമോൾ ഉടനെ അനീഷേട്ടൻ അടുക്കളയിലുണ്ട്. ഊഞ്ഞാലിലുണ്ടോ? അനീഷേട്ടൻ ഊഞ്ഞാലുണ്ട്, ഞാൻ നിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം അനുമോൾ പറഞ്ഞു ഉണ്ട്. നീ വെസലുണ്ടോ? ഞാൻ പുള്ളി ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചി, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്, നീ വെസലിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ലാലേട്ടാ, ഞാൻ വെസലുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം നീ ഉണ്ട്. അപ്പം നീയാണ് സേഫ് ആയിരിക്കുന്നത്. അപ്പോൾ അനുമോൾ ഫിനാലയിലോട്ട് സേഫ് ആയിരിക്കുന്നു, ഫിനാലെ വീക്കിലോട്ട് സേഫ് ആയിരിക്കുന്നു എന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്യാണ്. അത് കേട്ടപ്പം അനുമോൾക്ക് സന്തോഷം കൊണ്ടങ്ങ് മറന്നു. അനുമോൾക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി. അക്ബറിൻ്റെ മോന്ത ഇങ്ങനെ ഉണ്ടായിരുന്നു, അയ്യോ എന്താന്ന് പറഞ്ഞിട്ട് ഇവളാണോ പോകുന്നത് എന്നുള്ള രീതിയിൽ അക്ബറാണെന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അനുമോളാന്ന് കേട്ടപ്പോൾ അക്ബറിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ അങ്ങ് പോയി. പക്ഷേ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, കാരണം നൂറയും അനുമോളുമാണ് ഇപ്പോൾ സേഫായി ഫിനാലെ വീക്കിലോട്ട് പോകാൻ പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ഡേഞ്ചറസ് സോണിൽ തന്നെയാണ്. ഇതിൽ ആരൊക്കെയാണ് ഔട്ടാവുന്നത്, ആരൊക്കെയാണ് ഇന്നാവുന്നതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നാളെ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാം ആരാണ് ഔട്ടാവാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻസും ചെയ്യുക.